ഈ ദുനിയാവിനോട് വിട പറയുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ലിഖാ കണ്ടു മരിക്കണം. അതിന് യോഗ്യനായി മരിക്കണം. അതിന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് കാലം ജീവിക്കുക എന്നതല്ല കാര്യം. ഇവിടെ ഇത്ര കാലം ജീവിക്കുമെന്ന് ആരോടും നമ്മൾ വാഗ്ദത്തം പറഞ്ഞിട്ടില്ല. ഇതുപോലെ സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കുമെന്ന് ആരോടും നമ്മൾ വാഗ്ദത്തം പറഞ്ഞിട്ടില്ല. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു നിർബന്ധമുണ്ട്. എന്റെ ജീവിതം എങ്ങനെ എന്നതിനാൽ പ്രധാനമായത് എന്റെ മരണമുണ്ടല്ലോ, അതെന്റെ റബ്ബിന്റെ ഇഷ്ടത്തിലായിട്ട് മരിക്കണം, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് മരിക്കണം. അല്ലാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിക്കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു അടിമയായിട്ട് മരിക്കണം. അതിന് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളുണ്ടല്ലോ, അത് അതിന് വേണ്ടി വിനിയോഗിക്കണം. നമ്മുടെ ജീവിതമെന്നുള്ളത് അത് ആഖിറ ലോകത്തേക്ക് മുതലാക്കാൻ പറ്റുന്ന, ആഖിറ ലോകത്തേക്ക് ഒരുങ്ങാൻ പറ്റുന്ന, ആഖിറ ലോകത്തേക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഓരോരോ അവസരങ്ങളാണ്. എന്നാൽ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിൽ വരെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അല്ലാഹു ബഹുമാനിച്ച ആദരിച്ച പരിശുദ്ധമായ റമളാനില്ലേ, അതിന്റെ പവിത്രത മനസ്സിലാക്കാതെ ഇന്ന് റംസാൻ വൈബ് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇഫ്താർ വൈബാകുന്നു, മറുഭാഗത്ത് തറാവി വരെ ഒരു വൈബായി കാണുന്ന ഒരു കാലഘട്ടത്ത് പടച്ച റബ്ബ് ആദരിക്കപ്പെട്ട മാസത്തെ പോലും വില കുറയ്ക്കുന്ന, അതിന് ആദരവില്ലാതെ മനുഷ്യൻ ആത്മീയതയിൽ നിന്ന് അകന്നുപോയി അബദ്ധസഞ്ചാരം നടത്തുന്ന പുതിയ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അധികം ആളുകളും നഷ്ടപ്പെടുത്തി പോകുന്ന, അധികം മനുഷ്യരും വഞ്ചിക്കപ്പെടുന്ന രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ അശ്രദ്ധരാണ്. പടച്ച റബ്ബ് തന്ന നിഅമത്തുകൾ ധാരാളമുണ്ട്. അല്ലാഹു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹത്തിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ